ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചു വരുന്നത്, ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മുടെ ഒരു തുണി നമ്മൾ സാധാരണ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ സ്റ്റിച്ചിങ്ങിൽ വരുന്ന പ്രശ്നമാണ്. അതായത് നമുക്കിവിടെ ഈ ഒരു ഭാഗം കണ്ടോ, നമുക്ക് നല്ല വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകൾ വശം നമുക്ക് നല്ല വൃത്തിയോടുകൂടിയുള്ള സ്റ്റിച്ചിങ് കിട്ടി. എന്നാൽ നമുക്ക് ഇവിടെ കണ്ടോ, ഉൾവശം കണ്ടോ, നമുക്ക് ഇതുപോലെ കെട്ട് വന്ന് നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിച്ചിങ് വരുന്നത് കണ്ടോ. ഇതുപോലെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ കണ്ടോ, ഈ ഒരു സെറ്റിലുള്ള ഇവിടെ ഈ ഒരു ഭാഗം ഇത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് നമുക്കിതിനെ വലത് വശത്തേക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ. നമുക്കിത് കൂടുതൽ തവണ തിരിച്ച് ഓവർ ടൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു സ്റ്റിച്ച് കറക്റ്റ് ചെയ്യുന്നത് വരെ നമ്മളൊന്ന് ചെറുതായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കണ്ടോ, നമ്മളത് ചെക്ക് ചെയ്ത് നമുക്കതിനെ കറക്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിങ് നമുക്ക് കൂടുതൽ ഭാഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഈ രണ്ടാമത്തെ സ്റ്റിച്ചിങ് നമുക്ക് ഈ ഇവിടെ വരെ മാത്രമാണ് വന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഈ ഒരു ഭാഗം ഒന്ന് കുറച്ചുകൂടി ടൈറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കണ്ടോ. ഇവിടെയൊക്കെ ചെറിയ ഫോൾട്ടുകൾ, ചെറിയ കണ്ടോ കരട് പിടിക്കുന്ന ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. അത് നമുക്ക് എത്രത്തോളം നമുക്കതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയുമോ അതിനനുസരിച്ച് നമുക്കത് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് നമുക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ അവിടെ മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ ഉള്ളിലുള്ള ഈ ഒരു നൂല് കരട് പിടിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇവിടെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് കണ്ടോ, ഈ ഒരു ഭാഗം ടൈറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിന് നിങ്ങൾക്ക് നമുക്ക് വേണ്ട ആ ഒരു കറക്റ്റ് ലെവലിലേക്ക് കണ്ടോ ഈ ഒരു രീതിയിൽ വരുന്നത് വരെ നമുക്കതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും നമുക്ക് ഈ ഒരു നൂല് കണ്ടോ, ഈ ഒരു നൂല് അതായത് ഈ ഒരു സ്പ്രിങ്ങിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, ഈ ഒരു ടെൻഷൻ സ്പ്രിങ്ങിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ആക്ഷനൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ഇതൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കേണ്ടി വരും. അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റായിരിക്കും, എന്നാലും നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നൂലോ അതുപോലെ തന്നെ നമുക്ക് പരുത്തിയൊക്കെ ചെറുതായിട്ടുള്ളൊരു ഭാഗം പോലും ഇതുപോലെ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പ്രശ്നം വരും. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എത്ര ടൈറ്റ് ചെയ്തിട്ടും സ്റ്റിച്ചിനെ ആ പഴയ രീതിയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഒരു ഭാഗം അയച്ചെടുക്കുക. ഈ ഒരു ഭാഗം അയച്ചെടുക്കുക നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഓരോ ഭാഗവും അയച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏതു പീസുകളാണ് ഓരോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്താൽ നമുക്ക് അയച്ചെടുത്ത ഭാഗങ്ങൾ കറക്റ്റ് അതുപോലെ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും കണ്ടോ. ഇപ്പം നമ്മളിവിടെ ഈ ഒരു ഭാഗവും ഈ ഒരു പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗവും നമ്മൾ അയച്ചെടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കണ്ടോ, ഇവിടെ കണ്ടോ ചെറിയൊരു നൂല് കുടുങ്ങിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ നൂലൊക്കെ കുടുങ്ങിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് അപ്പോൾ നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും നമുക്ക് എന്താവില്ല, അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ഒരിക്കലും നല്ല വൃത്തിയോടുകൂടി കിട്ടില്ല. നമ്മളത് എത്ര ടൈറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് അയച്ചു നോക്കി ഇവിടെയുള്ള എന്തെങ്കിലും പൊടികളും അതുപോലെ തന്നെ ഇവിടെയൊക്കെ എപ്പോഴും നൂലുകളും അതുപോലെ തന്നെ പരുത്തികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. ഇതുപോലെ തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ ഒരു ഭാഗം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ അയച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് അയച്ചെടുക്കണം. ഏത് ഭാഗമാണ് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ശ്രദ്ധിച്ച് അയച്ചെടുക്കുക കണ്ടോ. ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഇവിടെ, അതിൽ കൂടിയാണ് ഈ ഒരു ഭാഗം കടത്തി വെക്കേണ്ടത് കണ്ടോ. ഇതുപോലെ വെച്ച് കണ്ടോ ഈ ഒരു സ്പ്രിങ് ഇട്ട് കൊടുക്കുക. നമ്മളിത് സ്പ്രേ പെയിൻറ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തൊക്കെ പെയിൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടോ നമുക്കിവിടെ ചെരിഞ്ഞൊന്നും പോകാൻ പാടില്ല കണ്ടോ. ഇവിടെ കണ്ടോ ടൈറ്റ് വരുന്നുണ്ടോ, അത് നമുക്ക് കറക്റ്റ് അല്ലാതെ വന്നാൽ നമുക്ക് അങ്ങനെയാണ് കിട്ടുക. എന്നാൽ നമുക്ക് ഇതുപോലെ കണ്ടോ ഈ ഒരു രീതി നമുക്ക് ഫ്രീ ആയിട്ട് ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു വൃത്തി നിങ്ങൾക്ക് കിട്ടേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്കത് ടൈറ്റ് ചെയ്ത് കൊടുത്ത് നൂലൊക്കെ കറക്റ്റ് ചെയ്തെടുത്ത് നിങ്ങൾക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ് വന്നാൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉൾവശം കണ്ടോ, ഉൾവശത്ത് നമുക്ക് ഗ്രീൻ നൂലിട്ടിട്ടാണ് ഉൾവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഗ്രീൻ നൂലിട്ടിട്ടാണ് ഉൾവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. മുകളിലുള്ള നൂല് നമ്മൾ ഗോൾഡൻ കളറിലാണ് നമുക്ക് വരുന്നത്. കണ്ടോ, ഓറഞ്ച് കളറിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കണ്ടോ വൃത്തിയില്ല. എന്നാൽ നമുക്ക് ഗ്രീൻ കളറിലുള്ള നൂലുണ്ട്. അടിവശത്ത് വരുന്ന സ്റ്റിച്ചിങ് കണ്ടോ, നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടിയത് കണ്ടോ. എന്നാൽ നമുക്കിവിടെ മുകളിൽ വരുന്ന സ്റ്റിച്ചിങ് കണ്ടോ, ആ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിൽ, അതായത് നമ്മുടെ സ്റ്റിച്ച് സൂചി കുത്തിയെടുത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ നൂല് മുകളിലേക്ക് പൊന്തി വരുന്നത് കണ്ടോ, അത് കറക്റ്റായിട്ട് നല്ല വൃത്തിയില്ലാതെ ആ ഒരു ഷെഡിൽ, അതായത് ഉൾവശത്തുള്ള നൂല് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്, ഇതിനെ നമുക്കൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് പക്ഷേ നമ്മളത് പരമാവധി ലൂസ് ചെയ്ത് കൊടുത്തു, അപ്പോൾ നമുക്കത് കറക്റ്റ് ആവുന്നില്ല. നമുക്ക് ഇവിടെ വരെ മാത്രം ഉണ്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഒരു സ്റ്റിച്ച് വൃത്തിയുണ്ട്, എന്നാൽ വീണ്ടും നമുക്ക് അതേ രീതിയാണ് വരുന്നത്. എന്നാൽ ഉൾവശത്തുള്ള സ്റ്റിച്ച് നല്ല വൃത്തിയോടുകൂടിയാണ് വരുന്നത്. മുകളിലുള്ള സ്റ്റിച്ച് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പരമാവധി നമ്മളതിൻ്റെ ലൂസ് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്കിത് ഇതേ രീതിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോബിൻ കേസിലെ ഈ ഒരു ബോബിൻ കേസ് ഒന്ന് അയച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ബോബിൻ കേസിനുണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കൈകളിൽ നിന്ന് ബോബിൻ കേസിന് ഇളക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അപ്പോഴേക്ക് തന്നെ അത് ഫ്രീ ആയിട്ട് വരികയാണ്. അതായത് നൂല്, ഉള്ളിലുള്ള നൂല് ഫ്രീ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ ഈ ഒരു ബോബിൻ കേസിൻ്റെ ഈ ഒരു പോളയില്ലേ, ഈ ഒരു പോളയുടെ ഉള്ളിൽ ചിലപ്പോൾ ചെറിയൊരു നൂലോ അല്ലെങ്കിൽ പരുത്തിയോ ചെറുതായിട്ടുണ്ടായാൽ പോലും നമുക്കിവിടെ നൂല് ടൈറ്റ് കിട്ടാതെ വരും. അപ്പോൾ നിങ്ങളത് നമ്മുടെ ഈ ഒരു ഹെമ്മിങ് സൂചി കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇവിടെ നൂലോ പരുത്തിയോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ഒരു സ്ക്രൂ കണ്ടോ, ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് സൂചി കൊണ്ട് തന്നെ ഇതുപോലെ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്ക്രൂ ഡ്രൈവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു നൂല് പിടിച്ച് നമ്മുടെ ഈ ഒരു ബോബിനെ നമ്മുടെ കൈകളിൽ നിന്ന് ഇളക്കുന്ന സമയത്ത് ഇളക്കി കൊടുത്താൽ നമുക്കിവിടെ ഈ ഒരു ബോബിൻ കണ്ടോ ഇതുപോലെ ഫ്രീ ആയിട്ട് ഇറങ്ങി വരണം. പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാൻ പാടില്ല. ഇതുപോലെ, അതായത് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഇറങ്ങി വരുന്ന രീതിയിൽ ആ ഒരു ടൈറ്റാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ കിട്ടിയാൽ നമുക്കിതിനൊന്ന് കേട്ടോ, നമുക്ക് ആവശ്യമുള്ള ഒരു ടൈറ്റ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് മുകളിലുള്ളത് നമുക്ക് ആവശ്യമുള്ള ടൈറ്റ് നമ്മൾ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിവശത്തും അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ സ്റ്റിച്ചിങ് കണ്ടോ. അപ്പോൾ നമുക്ക് മുകളിലുള്ള സ്റ്റിച്ച് നമുക്ക് നേരത്തെ ഉള്ള സ്റ്റിച്ചിനെ അപേക്ഷിച്ച് നല്ല വൃത്തിയോടുകൂടി നമുക്ക് മുകളിലുള്ള സ്റ്റിച്ച് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഇതിന് ഉൾവശം സ്റ്റിച്ച് നോക്കാം. കണ്ടോ, അത് നമുക്ക് കറക്റ്റായി കിട്ടി. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടിവശത്തുള്ള നമ്മുടെ ബോബിൻ കേസിൽ നിന്ന് വരുന്ന നൂല് ഫ്രീ ആയി വരുന്നത് കൊണ്ടാണ്. കണ്ടോ, കൂടുതൽ ലൂസായിട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി നമുക്ക് ചിലപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള പരുത്തികളൊക്കെ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കുടുങ്ങി വരാറുണ്ട് അല്ലേ. നമ്മൾ സാധാരണ സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ സ്റ്റിച്ചിൻ്റെ ഇടയിൽ നമുക്ക് പരുത്തിയൊക്കെ വരും. അപ്പോൾ അതിനുള്ള ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെയുള്ള ഈ ഒരു പ്ലേറ്റില്ലേ, ആ ഒരു പ്ലേറ്റിൻ്റെ 2 സ്ക്രൂ നമ്മളൊന്ന് ആദ്യം അയച്ചെടുക്കുക. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം എന്തുകൊണ്ടാണെന്ന്. കേട്ടോ, ഈ ഒരു സ്ക്രൂ ഇതും ബാക്ക് ഇതുപോലെ ബാക്ക് വശത്തുള്ള ഈ സ്ക്രൂ അയച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലേറ്റിനെ നമ്മളൊന്ന് നീക്കി കൊടുത്ത് ഇവിടെയുള്ള ഈ ഒരു പ്ലേറ്റിനെ നമ്മളൊന്ന് അയച്ചെടുക്കുക. ഇവിടെ നിന്ന് കണ്ടോ, ഇതുപോലെ കണ്ടോ, ഇതുപോലെ എടുക്കുക. ഇനി നമുക്കിവിടെ കണ്ടോ, ഈ ഒരു പ്ലേറ്റിൻ്റെ ഇടയിലൊക്കെ നമുക്കിവിടെ പരുത്തികളൊക്കെ കിണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കണ്ടോ, ഇതുപോലെ ഒന്ന് സൂചി കൊണ്ടൊക്കെ ഇതുപോലെ ഒന്ന് എടുക്കുന്ന സമയത്ത് കണ്ടോ നമുക്ക് പരുത്തി കണ്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടോ. ഈ ഒരു രീതിയിൽ വന്നാൽ ഈ ഒരു പരുത്തി നമുക്കിവിടെ കൂടുതൽ വരുമ്പോൾ നമുക്കിവിടെ മെഷീൻ്റെ പല്ലിൻ്റെ ഉള്ളിലേക്ക് അത് കൂടുതൽ വന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ കൂടെ ആ ഒരു ഭാഗം ആ ഒരു പരുത്തിയൊക്കെ മുകളിലേക്ക് വരും, സ്റ്റിച്ചിൻ്റെ ഇടയിൽ വരും.
അപ്പോൾ സ്റ്റിച്ച് ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം അവിടെ ഓയിലിൻ്റെ പശയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ തയ്ച്ച ഭാഗം നമുക്കൊരിക്കലും വൃത്തിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലേറ്റിൻ്റെ അടിവശത്തുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി തുടച്ച് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇതുപോലെ തുടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സ്ഥിരമായി തയ്ക്കുന്ന ആളാണെങ്കിൽ നമുക്കൊരു 1-2 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഫുൾ ടൈം തയ്ക്കുന്ന ആളാണെങ്കിൽ അതെന്തായാലും ഒരു 1-2 ദിവസത്തിൽ കൂടുതൽ അത് വെക്കുവാൻ പാടില്ല. അപ്പോഴേക്കും നമുക്കവിടെ പരുത്തിയൊക്കെ വരും. അതൊന്ന് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതുപോലുള്ള സ്റ്റിച്ചുകളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് തന്നെ ഇത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.